വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്ന സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം തള്ളി വിദ്യാർത്ഥി സംഘടനകൾ കൺസെഷൻ മിനിമം 5 രൂപ ആക്കണമെന്ന ആവശ്യം അംഗീകരിക്കില്ലെന്ന് വിദ്യാർത്ഥി സംഘടനകൾ സർക്കാരിനെ അറിയിച്ചു. സർക്കാരുമായുള്ള ബസ് ഉടമകളുടെ ചർച്ചയും പരാജയപ്പെട്ടു. സംസ്ഥാനത്ത് അനിശ്ചിതകാല സ്വകാര്യ ബസ് പണിമുടക്കെന്ന ബസ് ഉടമകളുടെ സംഘടന അറിയിച്ചു. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ബിനിൽ, എന്നു മുതലാണ് പണിമുടക്ക്? ബസ് ഉടമകളുടെ സംയുക്ത യോഗം ചേരുക, അതിലാണ് തീയതി തീരുമാനിക്കുക. നേരത്തെ ഈ അനിശ്ചിതകാല പണിമുടക്ക് തീരുമാനിച്ചതാണ്. അതിനുശേഷം മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു. 24-നായിരുന്നു പണിമുടക്ക് തീരുമാനിച്ചത്. പക്ഷേ അതിനുശേഷം മന്ത്രി ഇടപെട്ട് ഇപ്പോൾ പണി മുടക്കരുതെന്ന് ആവശ്യപ്പെട്ടു. തുടർന്നാണ് ഇത്തരത്തിൽ കൺസെഷനുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ഇന്ന് നടത്തിയത്. അതിൽ ഗതാഗത കമ്മീഷൻ ഉണ്ടായിരുന്നു, അതോടൊപ്പം ഗതാഗത സെക്രട്ടറി, വിദ്യാർത്ഥി സംഘടനകൾ, അതോടൊപ്പം തന്നെ ബസ് ഉടമകളും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമായും ബസ് ഉടമകൾ ആവശ്യപ്പെട്ടത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ മിനിമം ചാർജ് 5 രൂപയാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ KSU, SFI, ASF തുടങ്ങിയ വിദ്യാർത്ഥി സംഘടന ഒന്നും തയ്യാറായില്ല. ഇപ്പോൾ ഉള്ള 1 രൂപ മുതൽ 6 രൂപ വരെ അത് മാത്രമേ അനുവദിക്കൂ എന്നാണ് KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പറഞ്ഞത്. പക്ഷേ അതിൽ SFI പറഞ്ഞൊരു കാര്യം, നേരത്തെ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ വിദ്യാർത്ഥികൾ കൺസെഷൻ വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ഒരു കമ്മീഷനെ പഠിക്കാൻ നിയോഗിച്ചിരുന്നു. അത് 2 മുതൽ 8 വരെ തുക എന്നാണ് ആ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ചർച്ചയാകാമെന്നാണ് SFI നിലപാടെടുത്തത്. എന്തായാലും 5 രൂപ എന്ന ആവശ്യം അംഗീകരിക്കില്ലെന്ന് സംയുക്തമായി തന്നെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പറഞ്ഞു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു ചർച്ച പരാജയത്തിലേക്ക് പോയത്. തുടർന്നാണ് ഈ ബസ് ഉടമകൾ ചേർന്ന് തീരുമാനിച്ചത് 5 രൂപ എന്ന ആവശ്യത്തിന് പിന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അനിശ്ചിതകാലത്തേക്ക് പണി മുടക്കണം. അത് വരുന്ന വെള്ളിയാഴ്ച ബസ് ഉടമകളുടെ സംയുക്ത യോഗം തൃശ്ശൂരിൽ ചേരും. അതിലായിരിക്കും തീയതി തീരുമാനിക്കുക. എന്തായാലും അതിന് മുന്നോടിയായി തന്നെ മന്ത്രി ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ബിനിൽ, ശരി.